ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ അളവൊക്കെ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഒരു ബ്രെഡിനെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് കുറച്ച് വലിയ പീസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെള്ളം നനച്ചിട്ട് ഒന്ന് നമുക്ക് ചെറുതാക്കിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ റവ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടില്ല കേട്ടോ. വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണ്ടി വരും. കാരണം വെള്ളം റവ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമ്മളിത് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിലും മാവ് നല്ല ടൈറ്റായിട്ട് വരും. അതുകൊണ്ട് അതും തന്നെ വെള്ളം കൂടി പോയി വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതായത് ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 2ഓ 3ഓ ആവാം കേട്ടോ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഈ ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴന്ന് ചെറുതായിട്ടൊരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ മസാലയിൽ തന്നെ ഒരുവിധം പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ വേറെ കൂടുതലായിട്ട് പൊടികളൊന്നും വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമല്ല കേട്ടോ, ചിക്കൻ മസാലയിൽ തന്നെ മഞ്ഞളുണ്ട്. എന്നാലും ഞാനൊരു 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി എന്തായാലും നല്ലതല്ലേ, അപ്പോൾ ഒരു 1/4 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഇവിടെ മൂത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാടമുട്ടയാണ് കേട്ടോ. കാടമുട്ട ഒരു 5-6 എടുത്തിട്ടുണ്ട്. ഇതന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി പീസാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പുഴുങ്ങിയ മുട്ട ഈ ഒരു മസാലയിലൊക്കെ കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് കുറച്ചും കൂടി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു റവ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ വെള്ളം. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്ന് ചെറിയ ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെക്കുന്ന സമയത്ത് മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കണം കേട്ടോ. എന്നാലുള്ള നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാനും അതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പീസിനെ നമുക്കിത് ഇതുപോലെ 4 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിപ്പമൊക്കെ നമ്മുടെ ഒരു മസാലയുടെ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ.
ഇനി ഒരു പീസിൽ നമുക്ക് ഇതുപോലെ ഒരു മുട്ടയും അതുപോലെ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കാടമുട്ടയാണെന്നുണ്ടെങ്കിലും കുറച്ച് മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും. എന്നിട്ട് വേറൊരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകൾ ഭാഗത്ത് വീഴുന്നത് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളിത് ഇതുപോലെ ഫില്ല് ചെയ്ത് അടിച്ചു വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും. അല്ലെങ്കിൽ ഇത് തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം ഈ സൈഡ്. പിന്നെ മുകൾ ഭാഗമോ അടിഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി വേണമെങ്കിൽ നമുക്കിതിന് ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോർക്കിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ട എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പുക വരും കേട്ടോ. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ചൂടായി വരുമ്പോൾ ഇതുപോലെ പുക വരില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ പുക വരും നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ കൂടുതൽ സമയമൊന്നും വേണ്ട ഇത് പൊരിച്ചെടുക്കാൻ. ഇതൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് അങ്ങനെ വേവാനൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പുറം ഭാഗം മൊരിച്ച് കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ഇതിൽ നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ റവ കൂടെ ചേർന്നതുകൊണ്ട് ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ബ്രെഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എണ്ണയൊക്കെ കുടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്